നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ കപിലോപദേശം എന്ന 15ാമത്തെ ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാകുന്നു. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധഃ പീഡയോല്യംഘ്യ ബാല്യം പുനരപിബത മുഹ്യത്യേവ ബാല്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. യുവതി ജഠര ഖിന്നഃ ജാതബോധഃ അപി അകാണ്ഡേ പ്രസവഗളിതബോധഃ പീഡയാ ഉല്ലംഘ്യ ബാല്യം പുനരപി ബദ മുഹ്യതി ഏവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. അടുത്തത് പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. യുവതി ജഠര ഖിന്നഃ അകാണ്ഡേ ജാതബോധഃ അപി പ്രസവഗളിതബോധഃ ബാല്യം പീഡയാ ഉല്ലംഘ്യ പുനരപി ബദ താരുണ്യകാലേ മുഹ്യതി ഏവ ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. സ്ത്രീയുടെ ഗർഭാശയത്തിൽ കിടന്ന് ക്ലേശിക്കുമ്പോൾ സ്വന്തം പാപകൃത്യങ്ങളെയോർത്ത് നിസ്സഹായനായിത്തീരുന്ന മനുഷ്യൻ പ്രസവ സമയത്തോടുകൂടി ജ്ഞാനം നശിക്കുകയും പീഡകൾ അനുഭവിച്ച് ബാല്യം കടന്ന് താരുണ്യം പ്രാപിക്കുമ്പോൾ പിന്നെയും മോഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് കപിലപുത്രനായ ഭവാൻ സ്വമാതാവായ ദേവഹൂതിയെ ഉപദേശിച്ചു. നമസ്തേ.